എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തനി നാടൻ രീതിയിലുള്ള ഒരു മാമ്പഴക്കാളനാണ് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിയൊക്കെ എല്ലാവരും തയ്യാറാക്കുന്നതല്ലേ, അതിൽ നിന്ന് ചെറിയ ചെറിയ വ്യത്യാസങ്ങളോടുകൂടി നാടൻ രീതിയിൽ പഴയ വീടുകളിലൊക്കെ ഇതുപോലെയൊക്കെ കുറച്ച് പേരെങ്കിലും ഇപ്പോഴും തയ്യാറാക്കുന്നുണ്ടാവും. ആ രീതിയിലുള്ളൊരു മാമ്പഴക്കാളനാണ്. അപ്പോൾ ഈ ഒരു കൂട്ടാൻ വേണ്ടിയിട്ട് ചെറിയ മാങ്ങകൾ വെച്ച് ചെയ്യായിരിക്കും കേട്ടോ, ഏറ്റവും നന്നായിരിക്കും. അതിന് വേണ്ടി ഒരു 10 ചക്കര മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചന്ദ്രകാര മാങ്ങ ഉണ്ടല്ലോ, ഈ ഞെക്കി പിഴിഞ്ഞ് കുടിക്കുന്ന ചെറിയ മാങ്ങകൾ, ചെറിയ പുളിമാങ്ങ, അങ്ങനത്തെ മാങ്ങകളൊക്കെ ഇതിന് നന്നായിരിക്കും കേട്ടോ. അതല്ലാതെ നിങ്ങൾക്ക് നാടൻ മൂവാണ്ട മാങ്ങ അല്ലെങ്കിൽ അൽഫോൺസ മാങ്ങ വെച്ചിട്ടും ചെയ്യാം. പക്ഷേ ഏറ്റവും സ്വാദ് കൂടുക ഇങ്ങനത്തെ മാങ്ങകൾ വെച്ചിട്ടായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ തോലൊക്കെ കളയാൻ വളരെ എളുപ്പമാണ്. ഇതുപോലെ നമുക്കങ്ങനെ വലിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ തോലൊക്കെ പെട്ടെന്ന് കളഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിതിൻ്റെ തോലെല്ലാം കളഞ്ഞ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവിന് മുളക് പൊടിയാണ് കൂടുതലും ചേർക്കുന്നത്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മാമ്പഴ കൂട്ടാൻ ഒരുപാട് എരിവുണ്ടാവാറില്ല. ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ശർക്കരയാണ്. അപ്പം ഞാൻ 2 ടീസ്പൂൺ ശർക്കരപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മാമ്പഴത്തിനൊക്കെ എത്ര മധുരം ഉണ്ടെങ്കിലും അതിൻ്റെ ആ ഗ്രേവിക്ക് അതിൽ ചേർക്കുന്ന കൂട്ടാൻ്റെ വെള്ളത്തിൽ നമുക്ക് മധുരം വേണമെങ്കിൽ ശർക്കരയോ അല്ലെങ്കിൽ ശർക്കരപ്പൊടിയോ ചേർക്കണം കേട്ടോ. ചിലവർക്ക് പഞ്ചസാരയായിരിക്കും ഇഷ്ടം, അത് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് നമുക്ക് ഇളക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ ഭാഗം ഇതുപോലെ മാമ്പഴം ഒരു 3/4 ഭാഗം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുത്ത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി ഒരു 5 മിനിറ്റോളം നമുക്ക് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അത് വേവുന്ന നേരം കൊണ്ട് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഏകദേശം ഒരു 3 പിടിയോളം നാളികേരം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഗ്രേവിയുടെ കണക്ക് എത്ര വേണോ അതിനനുസരിച്ച് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് അരയ്ക്കുമ്പോൾ പച്ചമുളകും കൂടി അരയുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു മണം തന്നെയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. വെള്ളത്തിന് പകരം നിങ്ങൾക്ക് മോര് ചേർത്തിട്ടും അരച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ തൈര് ചേർക്കുന്നത് ഇതിലേക്ക്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെള്ളം ചേർത്ത് അരച്ചെടുത്തത്. ഇപ്പം നമ്മളുടെ അരപ്പ് നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. അരപ്പ് നന്നായി അരയണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കറിക്ക് ആ ഒരു ടേസ്റ്റും വരില്ല, ആ ഒരു കാണാനും ഒരു ഭംഗി കുറവായിരിക്കും. ഇപ്പം നമ്മുടെ മാങ്ങയെല്ലാം വെന്തിട്ടുണ്ട്. ചേർത്തിരിക്കുന്ന വെള്ളമൊക്കെ കുറേശ്ശെ വറ്റിയും വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഒരുപാട് വെട്ടി തിളയ്ക്കാൻ പാടില്ല കേട്ടോ. അരപ്പ് നന്നായിട്ടൊന്ന് വേവണം, അത്രേ പാടുള്ളൂ. നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് സ്റ്റവ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് അതൊന്ന് തിളയ്ക്കട്ടെ. ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോൾ വേണം നമുക്ക് തൈര് ചേർക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഏകദേശം ഒരു 4 ടേബിൾ സ്പൂൺ നിറച്ച് തൈര് എടുത്തിട്ടുണ്ട്. തൈരാണ് കേട്ടോ ഈ ഒരു കറിക്ക് കൂടുതൽ നന്നാവുക. മോരാവുമ്പോൾ ഒരുപാട് വെള്ളം പോലെയാവും. നമുക്ക് തൈര് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി ഉടച്ച് വെച്ചാൽ മതി. മിക്സിയിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. തൈരാവുമ്പോഴാണ് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ ഗ്രേവിക്ക്. ഇനി നമുക്ക് തിളച്ച് വന്നിട്ടുള്ള കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ തൈര് ചേർത്തതിന് ശേഷം നന്നായി തിളയ്ക്കാൻ പാടില്ല, പിരിഞ്ഞു പോലെ ഇരിക്കും. അപ്പോൾ കറിയുടെ സ്വാദും കാണാനുള്ള ഭംഗിയൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ സ്റ്റൗ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഏകദേശം ഇങ്ങനെ ഇളക്കി വരുമ്പോൾ തന്നെ ചൂടായി കിട്ടും. ഇപ്പം നമ്മുടെ തൈരൊക്കെ ചൂടായി നന്നായി വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ ചൂട് മതി കേട്ടോ. ഈ സമയത്ത് ഉപ്പും മധുരമൊക്കെ മതിയോ എന്നുള്ളത് നോക്കണം. മധുരം കുറച്ച് മുന്തി നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ ഈ മാമ്പഴക്കൂട്ടാൻ ഉണ്ടാവുക. അപ്പം ഞാൻ അങ്ങനെ സ്റ്റൗ ഓഫ് ചെയ്ത് അടച്ചു വെച്ചു. ഇനി നമുക്കിതിലേക്ക് ഒരു വറവ് തയ്യാറാക്കാം. അതിന് വേണ്ടി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ്, പിന്നെ 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, ഇതെല്ലാം ചേർത്ത് പൊട്ടി വരുന്ന സമയത്ത് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച കറിയിലേക്ക് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ആ ഒരു 1/2 ടീസ്പൂണെങ്കിലും നെയ്യ് ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യരുത് കേട്ടോ. അതും കൂടി ചേർന്നാലാണ് നമ്മുടെ മാങ്ങ കൂട്ടാൻ റെഡി ആവുള്ളൂ. അങ്ങനെ നമ്മുടെ നാടൻ മാങ്ങാക്കാളൻ റെഡി ആയിട്ടുണ്ട്. മാമ്പഴ കൂട്ടാനോ എന്ത് വേണമെങ്കിലും പറയാം. അപ്പോൾ പുളിശ്ശേരി ഉണ്ടാക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെയും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. മാത്രമല്ല ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലുള്ള നാടൻ റെസിപ്പികളൊക്കെ ഇതിന് മുൻപും ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കാം കേട്ടോ. വേറൊരു ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായി കാണാം. താങ്ക്